നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. 12 രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലത്തെ വിശദമായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഓരോ നക്ഷത്രക്കാർക്കും വിശേഷമായിട്ടുള്ള ഫലങ്ങളും ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളും ഒക്കെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ കാർത്തിക വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് രോഹിണി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ വിട്ടുമാറുന്ന വർഷമാണ്. കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക സുസ്ഥിരത നേടാൻ സഹായകരമാകുന്ന വർഷമാണ്. പണമിടപാടുകളിലൊക്കെ കൃത്യത പുലർത്താൻ സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള പരിശ്രമങ്ങളിലൊക്കെ വിജയം കണ്ടെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. പൊതുവെ തൊഴിൽപരമായിട്ടും രോഹിണി നക്ഷത്രക്കാർക്ക് 2025 അനുകൂലമാണ്. താൽക്കാലിക ജോലിയിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ അതൊക്കെ സ്ഥിരപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷമതകളൊക്കെ ഇല്ലാതാകുന്ന വർഷമാണ്. മറ്റുള്ളവരുമായി ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ ഇല്ലാതാകുന്നതാണ്. നേട്ടങ്ങളൊക്കെ കൂടുതലായി ലഭിക്കുന്നതിനായി രോഹിണി നക്ഷത്രക്കാർ ഗണപതി ഹോമം മാസം തോറും നടത്തുന്നത് ഉചിതമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ജന്മദശാകാലം ചന്ദ്രദശാകാലമാണ്. 10 വർഷമാണ് ആകെ ചന്ദ്രദശ. ഏകദേശം 5 വയസ്സ് വരെ എന്ന് കൂട്ടാം. അതിനുശേഷം ചൊവ്വാദശ 12 വയസ്സ് വരെ ഉണ്ടാകും. അതിനുശേഷം ഏതാണ്ട് 40 വയസ്സുവരെ രാഹുർദശാകാലമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രാഹുർദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ്. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും ശക്തിയുക്തം വഴിപാട് ചെയ്യാനും മറക്കരുത്. ആരോഗ്യ പ്രശ്നങ്ങളും അപവാദങ്ങളും കേസ് തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ അലർജി രോഗങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. വിവാഹം, സന്താനഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളിലും ഈ സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാകാം. രാഹുർദശ ഓരോ ജാതകത്തിലെയും വ്യത്യാസം അനുസരിച്ച് ഏകദേശം 40 വയസ്സിനടുത്തുള്ള പ്രായക്കാർക്ക് രാഹുർദശ ഉണ്ടാകാം. അത് മനസ്സിലാക്കി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 56 വയസ്സുവരെ വ്യാഴദശാകാലമായിരിക്കും. ഈ ദശാകാലം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതീവ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. പിന്നീടുള്ള ശനിദശാകാലവും ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴദശാകാലത്ത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ആത്മീയമായുള്ള കാര്യങ്ങളിലൂടെയും ഭൗതിക ഉന്നതി നേടിയെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. 2025 രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതീവ ഗുണപ്രദമായിട്ടുള്ള സമയം തന്നെയാണ്. അതായത് ദശാകാലങ്ങളിലുള്ളവർ വേണ്ട ശക്തിയുക്തം വഴിപാടുകളെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.